ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിൻ്റെ വിജയം, അതോടൊപ്പം സഭയുടെയും സഭാ മക്കളുടെയും വിജയം. വിമതരുടെ പത്തി താഴ്ന്നു, മുന്നേറ്റക്കാര് തോറ്റു തുന്നം പാടി. എത്ര ഒറ്റക്കെട്ടായി നിന്നാലും സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന കർത്താവിൻ്റെ വചനം സത്യമായി കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്രമാത്രം അതിയായ സന്തോഷത്തോടെ, ഉള്ളു തുടിക്കുന്ന ആനന്ദത്തോടെ. ഇത് പാമ്പ്ളാനി പിതാവിൻ്റെ വിജയമാണ്, മെത്രാൻ സിനഡിന്റെ വിജയമാണ്, മാർപ്പാപ്പന്മാരുടെ വിജയമാണ്. എല്ലാത്തിലും ഉപരി സുറിയാനി സഭ മക്കളുടെ വിജയമാണ്. പാമ്പ്ളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മെത്രാൻ സിനഡിന്, സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിനും അഭിനന്ദനം അറിയിക്കുകയാണ്. സഭയുടെ കുർബാന നടപ്പിലാക്കാൻ ആദ്യന്തം സമരരംഗത്തുണ്ടായിരുന്ന സുറിയാനി സഭയുടെ മക്കൾക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. സഭയുടെ കുർബാന നടപ്പിലാക്കാതിരിക്കാനും സ്വതന്ത്ര സഭ ഉണ്ടാക്കാനും നടന്ന വിമതർക്കും മുന്നേറ്റക്കാർക്കും കർത്താവ് നല്ല രീതിയിൽ തന്നെ ഒരു അടി കൊടുത്തിരിക്കുകയാണ്, പാമ്പ്ളാനി പിതാവിലൂടെയും മെത്രാൻ സിനഡിലൂടെയും. 1000-ലേറെ ദിവസങ്ങളായി കുർബാനയില്ലാതെ അടഞ്ഞു കിടന്നിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപയുടെ ഭദ്രാസന ബസിലിക്ക ദേവാലയത്തില്, അതായത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തില് ഇന്ന് 2025 ഡിസംബർ 3-ാം തീയതി അഭിമന്യ ജോസഫ് പാമ്പ്ളാനി പിതാവ് സഭയുടെ കുർബാന, ഏകീകൃത കുർബാന അർപ്പിച്ചിരിക്കുന്നു. ആത്യന്തികമായി നമ്മുടെ കർത്താവ് വിജയിച്ചിരിക്കുന്നു. അതിന് കർത്താവ് ഉപകരണമാക്കിയത് പാമ്പ്ളാനി പിതാവിനെയാണ്. അദ്ദേഹത്തെ അതിയായി അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായും ഇത് വലിയൊരു നേട്ടമാണ്, പാമ്പ്ളാനി പിതാവിന്റെ നയതന്ത്രത്തിന്റെ വിജയവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കാനായിട്ട് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു നേട്ടമല്ല. കാരണം ഒരു നേട്ടവും അങ്ങനെയല്ല. ലോക ചരിത്രത്തിലെ എല്ലാ നേട്ടങ്ങളും മറ്റുള്ളവർ കെട്ടിപ്പടുത്തതിന് മുകളിൽ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ പകിട്ട് കുറയുന്നില്ല. ഇത് മെത്രാൻ സിനഡിന്റെ വിജയമാണ്. ആ മെത്രാൻ സിനഡിന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് പാമ്പ്ളാനി പിതാവിനുണ്ടെന്ന്. 1999 മുതൽ മെത്രാന്മാര് തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാൻ 2021 പിന്നീട് നടത്തിയ ശ്രമങ്ങളുടെ ഒരു വിജയ ഘട്ടമാണിത്. ആത്യന്തിക വിജയമായിട്ടില്ല, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. മാർപ്പാപ്പന്മാരുടെയോ മെത്രാന്മാരുടെയോ സർക്കുലറുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ വായിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മെത്രാൻ സിനഡ്, സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടതാണ് ഒരു വീഡിയോ സന്ദേശം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് തടയാനായിട്ട് ഒരു വിമത വൈദികനും മുന്നേറ്റക്കാരനും കഴിയില്ലല്ലോ. അപ്പൊ മെത്രാൻ സിനഡാണ് മാർപ്പാപ്പയോട് ഒരു വീഡിയോ സന്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകാൻ പറഞ്ഞത്. അങ്ങനെ മാർപ്പാപ്പ ചെയ്യുകയും ചെയ്തു. അതിന്റെ വിജയമല്ലേ ഇത്? അപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്, വിമതര് പറയുന്നു മുന്നേറ്റക്കാരും പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത്. മാർപ്പാപ്പയുടെ ഈ വീഡിയോ സന്ദേശവും മാനിപ്പുലേറ്റഡ് ആണെന്ന് ചില കേന്ദ്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു, ചില ഉന്നത കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും ശരിയല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇത് മാർപ്പാപ്പന്മാരുടെ വിജയമാണ്. 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് ഈ ഏകീകൃത കുർബാന സഭയുടെ കുർബാന, അന്ന് മുഴുവൻ ദൈവോന്മുഖമാണ്, ആ ദൈവോന്മുഖ കുർബാന അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 89 ഏതാനും രൂപതകൾ നടപ്പാക്കി. 99 എല്ലാ രൂപതകളും നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്നാൽ നടപ്പിലായില്ല. 2021 ഒരു രൂപത ഒഴികെ ബാക്കി എല്ലാ രൂപതകളും നടപ്പായി. ഇപ്പോൾ ഇതാ ഈ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയില്, അതിന്റെ ഭദ്രാസന ദേവാലയത്തില് ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വിജയത്തിന്റെ വാലറ്റം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും വളരെ പ്രത്യാശ നൽകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. ഏറ്റവും അധികം എനിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളത് സഭാസ്നേഹികളെയാണ്. വളരെ ചുരുക്കം പേരാണ് ഈ സുറിയാനി സഭയുടെ കുർബാന നടപ്പിലാക്കണമെന്ന് പറഞ്ഞ്, ഉള്ളിൽ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, 94% പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുറച്ച് പേരാണ് സമരരംഗത്തുണ്ടായിരുന്നത്. അത് 2021 മുതൽ നമ്മൾ നോക്കിയാൽ വളരെ എന്തുമാത്രം കളിയാക്കലുകളും പരിഹസിക്കപ്പെടലുമാണ് സഭാസ്നേഹികൾ നേരിട്ടത്. എന്നിട്ടും
20 പേരും 40 പേരും 140 പേരും ഈ അടുത്ത കാലത്ത് 1000 പേര് വന്നു. ഇനി 3000 5000 ആയി നമ്മൾ മാറ്റേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഇപ്പൊ ഒരു വിജയത്തിന്റെ ഒരു 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 ഒലിവ് ശാഖ നമുക്ക് ഇട്ടു തന്നിരിക്കുന്നത്. അത് വളരെ സഭാസ്നേഹികളുടെ വിജയമാണ്. ഇങ്ങനെ നമ്മൾ സമരരംഗത്ത് ഇല്ലായിരുന്നെങ്കിൽ മെത്രാൻ സിനഡോ ഏതെങ്കിലും മെത്രാന്മാരോ ഇപ്പൊ ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ എറണാകുളത്ത് നടപ്പിലാക്കാൻ തുനിയുമായിരുന്നോ? ഇല്ല. ഇങ്ങനൊരു 10-20 കൊല്ലം പോകട്ടെ എന്നല്ലേ ചില മെത്രാന്മാർ പോലും പറഞ്ഞത്. അതിൽ നിന്ന് മാറ്റം വരുത്താനുണ്ടായ കാരണം എന്താണ്? സഭാസ്നേഹികൾ ഉറച്ച് സമരരംഗത്തുണ്ടായിരുന്നു എന്ന് തന്നെ. അൽമായ മുന്നേറ്റക്കാരെ പോലെ പണമോ സ്വാധീനമോ വൈദികരുടെ ഒത്താശയോ പിന്തുണയോ ഒന്നുമില്ലാതെ 10-15 അച്ഛന്മാര്, അതും പലരും എമരിറ്റസ് ആണ്, അവരുടെ പ്രാർത്ഥനകളും ഏതാനും അച്ഛന്മാരുടെ പിന്തുണയും അതിലേക്കാളേറെ സുറിയാനി സഭയുടെ പ്രതിബദ്ധതയുമാണ് നമ്മുടെ ആളുകളെ സമരരംഗത്ത് നിർത്തിയത്. അത് കർത്താവിന് വേണ്ടിയുള്ള സമരമായിരുന്നു.